وقالوا هذه أنعام وحرث حجر لا يطعمها إلا من نشاء بزعمهم وأنعام حرمت ظهورها وأنعام لا يذكرون اسم الله عليها افتراء عليه سيجزيهم بما كانوا يفترون وقالوا ما في بطون هذه الأنعام خالصة لذكورنا ومحرم على أزواجنا وإن يكن ميتة فهم فيه شركاء سيجزيهم وصفهم إنه حكيم عليم قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا ما رزقهم الله افتراء على الله قد ضلوا وما كانوا مهتدين. ശരി, സൂറത്തുൽ അൻആമിന്റെ 74ാമത് ക്ലാസ്സിൽ 138 മുതൽ 140 വരെയുള്ള ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. പകുതി പേജ് ഉണ്ട്, ഒരു പേജിന്റെ പകുതി ഭാഗത്തോളം ഉണ്ട്. പുതിയ എന്തെങ്കിലും സുദീർഘമായ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത ആയത്തുകൾ ആയതുകൊണ്ടാണ് അത്രയും ഭാഗം ഓതിക്കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അരമണിക്കൂറിന് ഇടയിൽ സംസാരിക്കാവുന്നതേയുള്ളൂ എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ആ വാക്കുകളുടെ അർത്ഥവും എന്നിട്ട് ആയത്തിന്റെ മൊത്തത്തിലുള്ള ആശയവും ഒന്ന് മനസ്സിലാക്കാനേയുള്ളൂ. 138ാമത്തെ ആയത്ത് പൂച്ചയെ സംബന്ധിച്ച് ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചത് എന്താന്ന് ചോദിച്ചാല് നാൽക്കാലികളെ അൻആമിനെ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസങ്ങളാണ്. അവയുടെ ശബ്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവയെ കറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവയുടെ പാലുപയോഗിക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒക്കെ ഉണ്ടാകാവുന്ന സംഗതികൾ ഉണ്ടാകുമല്ലോ. അതാണ് ചോദിച്ചത്. ഞങ്ങൾക്ക് ക്ലാസിന്റെ ഇടയിൽ ഏത് സമയത്തും വന്ന് കാര്യം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ശരി, ഇനി അത് ഞാൻ പറഞ്ഞു പൂച്ചയെ സംബന്ധിച്ചുള്ളതാണ് ഞാൻ കണ്ടത്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മള് അൽ അൻആം എന്ന വകുപ്പിൽപ്പെടുന്നത്. അൽ അൻആം എന്ന് പറഞ്ഞാൽ ഒട്ടകവും ബക്കറും പശുവർഗത്തിൽപ്പെടുന്നതും ഒനമ് ആടുവർഗത്തിൽപ്പെടുന്നതുമായിട്ടുള്ള ജീവികൾക്കാണല്ലോ അൽ അൻആം എന്ന് പറയാ. അതിന്റെ പുറത്തുള്ളത് അൻആം അല്ല. ഖിൻസീർ പന്നി ഇതിൽ പെടുന്നതല്ല. പൂച്ചയും കോഴിയും ഒന്നും അതിൽ പെടുന്നതല്ല. ഈ 3 എണ്ണം മാത്രമാണ്, ഈ 3 വർഗങ്ങളാണ് അതിൽ പെടുന്നത്. ശരി, നമുക്ക് എന്തായിരുന്നാലും ക്ലാസ്സിലേക്ക് പ്രവേശിക്കാണ്. വഖാലു ഹാദിഹി അൻആമുൻ വഹർസുൻ ഹിജ്റുൻ ലാ യത്അമുഹാ ഇല്ലാ മൻ നശാഉ ബിസഅമിഹിം وأنعام حرمت ظهورها وأنعام لا يذكرون اسم الله عليها افتراء عليه سيجزيهم بما كانوا يفترون. ഖുർആൻ കയ്യിലുണ്ടെങ്കിൽ
ഒന്ന് നോക്കുക. 136 ആയത്ത് മുതൽ ഏകദേശം 142 ആയത്ത് വരെയൊക്കെയുള്ള ഭാഗങ്ങളിലായി അൻആം എന്ന പദം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സൂറത്തുൽ അൻആമിന്റെ അൻആം എന്ന ആ ഭാഗം, ആ പേര് വരുന്നത് ഈ ആയത്തുകളിലായിട്ടാണ്. അത് എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് നോക്കാവോ? വളരെ എളുപ്പമാണ്. അതിന്റെ എണ്ണം ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നമ്പറാണ് അതിൽ വന്നിട്ടുണ്ടാവുക. ഈ സൂറത്തിന്റെ മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എണ്ണമാണ് സൂറത്തുൽ അൻആം എന്ന പദം ഈ സൂറത്തിൽ വന്നിട്ടുള്ളത്. നോക്കാവോ? ഖുർആൻ കയ്യിലുള്ള ആളുകൾ ഒന്ന് മറുപടി അയക്കുക, അല്ലെ പറയാം. എത്ര തവണ വന്നിട്ടുണ്ട്? 6. മുർഷിദാണ് അയച്ചിരിക്കുന്നത്. റാബിയ 6. കറക്റ്റാണ് ആൻസർ. ശരി, 6 തവണയാണ് വന്നത്. അത് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ബന്ധം? സൂറത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ബന്ധപ്പെടുന്നു? 6ാമത്തെ സൂറത്താണ് അൻആം. 6ാമത്തെ സൂറത്തിൽ 6 തവണയാണ് വന്നത്. ആകെ 30 തവണയാണ് അൻആം എന്ന പദം വന്നിട്ടുള്ളത്. അതിൽ 6ാമത്തെ സൂറത്തിൽ 136 ആയത്ത് മുതൽ അവിടുന്ന് അങ്ങോട്ട് 36ഉം 6ഉം 142, എനിക്ക് തോന്നുന്നു 142 ആയത്തിൽ അവസാനമായി വന്ന് അങ്ങനെ 6 തവണ ഈ സൂറത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഏതായിരുന്നാലും അതും ഒരു മുഅ്ജിസത്ത് തന്നെയാണല്ലോ, ഒരു അത്ഭുതം തന്നെയാണല്ലോ. അൻആം എന്ന പദം 6ാം അധ്യായം സൂറത്തുൽ അൻആമിൽ 6 തവണ ആവർത്തിച്ചിരിക്കുന്നു. വഖാലു, അവർ പറഞ്ഞു, ആദിഹി അൻആമുൻ വഹർസുൻ, ഈ കാലികളും ഈ കൃഷിയും. അൻആമുൻ വഹർസുൻ, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം. ബിസിനസ്സുകളില്ലാത്ത, ഫാക്ടറികളില്ലാത്ത, കച്ചവട സ്ഥാപനങ്ങളില്ലാത്ത, അധികമൊന്നുമില്ലാത്ത ഏത് ലോകത്തും ഏത് കാലഘട്ടങ്ങളിലും ആളുകൾക്ക് അവരുടെ ജീവിത മാർഗമായി അവർ ഉപയോഗപ്പെടുത്തുന്ന 2 സംഗതികളാണ് എന്തൊക്കെ? കാലികളും കൃഷിയും എന്നുള്ളത്. ഹറസുൻ, കൃഷി എന്നാണ് വാക്കിന്റെ അർത്ഥം. നിസാഉക്കും ഹർസുല്ലക്കും, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ, നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ കൃഷിയിടമാണ്. അവിടെ ഉപയോഗിച്ച വാക്ക് ഹർസുൻ എന്ന് തന്നെയാണ്. അതിനെ ഒരു കൃഷിയിടത്തോട് എത്ര ശ്രദ്ധയോടുകൂടി ആദരവോടുകൂടി ഓരോ കാലവും പ്രത്യേകമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഇടപെടുന്നുവോ, വിള നൽകുന്നുവോ, അതേപോലെ കൃഷി ഇറക്കുന്നുവോ, അതാണല്ലോ അതിൻ്റെ ശരിയായ വിജയം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഇവിടെ ഈ പഴയ കാലത്തുള്ള അറബികളുടെ, ജാഹിലിയത്തിലുള്ള ആളുകളുടെ ചില സംസാരങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. വെറും സംസാരമല്ല, അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസം, ഈ വിശ്വാസം എവിടെ നിന്ന് കിട്ടിയതാണ്? അതും ഖുർആൻ എടുത്തു പറയുന്നു. ബിസഅമിഹിം, സഅം എന്ന ജൽപ്പനം, അവരുടെ ചില വാദഗതികൾ അവര് കെട്ടിച്ചമച്ച് പറയാണ്. നേരത്തെ വന്നു പോയതാണ് ഇതേ രൂപത്തിലുള്ള ആശയങ്ങൾ. വഖാലു ആദിഹി അൻആമുൻ വഹർസുൻ ഹിജ്റുൻ. ഹിജ്റുൻ എന്ന് പറഞ്ഞാൽ ഹിജ്റുൻ, സൂറത്തുൽ ഹിജ്ർ ഉണ്ട്. ഹജറ എന്ന് പറഞ്ഞാൽ എന്താ? ഹജറ, ഹാജർ, ഹാജറ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഹിജറ പോയി എന്നൊക്കെ പറഞ്ഞ്. ഹിജർ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു. ഹിജർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം അൽ ഹറാം, അനുവദനീയമല്ലാത്തത്. അവർ ചില മൃഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ചില കൃഷികൾ കാണിച്ചുകൊണ്ട് അവർ പറയുന്നു ഇത് വിലക്കപ്പെട്ടതാണ്, ഇത് ഹറാമാണ്. ഹിജർ എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ച് വെച്ചാൽ മതി അർത്ഥം.
എങ്കിൽ ആ ആയത്തിന്റെ മുഴുവൻ അർത്ഥം കിട്ടുന്നതാണ്. ലാ യത്അമുഹാ ഇല്ലാ മൻ നശാഉ ബിസഅമിഹിം. ലാ യത്അമുഹാ, അത് തആമാക്കി ഉപയോഗിക്കരുത്, ഭക്ഷണമായിട്ട് ഉപയോഗിക്കരുത്. ഈ കൃഷിയിലെ വിളവ് എടുക്കരുത്. അതേപോലെ ഈ നാൽക്കാലികളെയും ഭക്ഷണമായിട്ട് അതിന്റെ മാംസമോ അതിന്റെ പാലോ ഉപയോഗിക്കരുത്. ഇല്ലാ മൻ നശാഉ, ഞങ്ങൾ ഉദ്ദേശിച്ച ചില ആളുകളല്ലാതെ. അതാരായിരിക്കാം? അവരുദ്ദേശിച്ച ആ ആളുകൾ എന്ന് പറഞ്ഞത് ആരായിരിക്കാം? നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി. ആരായിരിക്കും? നിങ്ങൾക്ക് ആൻസർ പറയാം. ആരായിരിക്കാം അവരുദ്ദേശിച്ചത്? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് മാത്രമല്ലാതെ ഞങ്ങൾ ഈ മാറ്റിവെക്കുന്ന കൃഷിയും ഈ നാൽക്കാലികളും അത് ഉപയോഗിച്ചുകൂടാ, അതിന്റെ ഭക്ഷണമായി ഉപയോഗിച്ചുകൂടാന്നാണ്, തിന്നൂടാന്നാണ്. പുരോഹിതന്മാർ അതെ, അവർക്കല്ലാതെ ഉപയോഗിച്ചുകൂടാ എന്നാണ് അവർ പറയുന്നത്. ബിസഅമിഹിം, വീണ്ടും ഖുർആൻ പറയുന്നു, അത് അവരുടെ അവർ സ്വന്തമായി ജൽപ്പിച്ചുണ്ടാക്കുന്ന ചില സംഗതികളാണ്, അത് അവരുടെ ചില വാദങ്ങളാണ്. ബിസഅമിഹിം വഅൻആമുൻ ഹുർരിമത്ത് ളുഹൂറുഹാ, രണ്ടാമത് അവർ ഹറാമാക്കുന്ന വേറൊരു സംഗതിയാണ് പറയുന്നത്. തീർത്തും അടിസ്ഥാനരഹിതമായത്, ഒരു തെളിവില്ലാത്തത്, ഒരിക്കൽ പോലും ന്യായീകരിച്ചുകൂടാത്തത്. അവര് വെറുതെ പറയാ ഇത് പാടില്ല, അത് പാടില്ല, ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചില ഭാഗങ്ങൾ അവരുണ്ടാക്കുന്ന കൃഷിയിൽ അവരുടെ വീട്ടിൽ വളർത്തുന്ന നാൽക്കാലികളിൽ ഉണ്ടായിരുന്നു. അതാരോ പറഞ്ഞു കൊടുത്തതായിരിക്കുമല്ലോ. നമുക്കറിയാം ആരാ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. വൻആമുൻ ഹുർരിമത്ത് ളുഹൂറുഹാ, വേറെ ചില നാൽക്കാലികളുണ്ട്, ഹുർരിമത്ത് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ളുഹൂറുഹാ, അതിന്റെ പുറത്ത് സവാരി ചെയ്യുന്നത്. ളുഹൂറിൻ പുറം ഭാഗം എന്നാണ്. ളുഹൂറിൻ അതിന്റെ പുറത്ത് സവാരി ചെയ്യുന്നത്. ഈ മൃഗത്തിന്റെ പുറത്തെന്തായാലും കയറാൻ പാടില്ല, പുറത്ത് കയറി സഞ്ചരിക്കരുത്. അപ്പൊ അങ്ങനെ മാറ്റിവെക്കപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുമല്ലോ ചില ആടുകളും ചില മറ്റുള്ള ജീവികളും ഒക്കെ, അവയുടെ പാലെടുക്കരുത്, നമ്മൾ ഉപയോഗിക്കരുത്, അതൊരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് നേർച്ചയാക്കിയതാണ്, അത് സ്വന്തമായിട്ട് അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കഴുത്തില് മടിയും കെട്ടിയിട്ട് വിടാറുണ്ടല്ലോ. അതേപോലെയുള്ള ചില വിഷയങ്ങൾ തന്നെ ഇവിടെയും അങ്ങനെ ഉള്ള രണ്ടാമത്തെ ഒരു വിഭാഗം മനസ്സിലായല്ലോ. 3 വഅൻആമുൻ ലാ യദ്കുറൂന ഇസ്മല്ലാഹ്. അപ്പൊ ഈ ആയത്തിൽ 3 തവണ വന്നില്ലേ? അൻആമുൻ വഹർസുൻ ഹിജ്റുൻ ലാ യത്അമു, ഭക്ഷണം തിന്നുകൂടാ. രണ്ടാമത്തത് പുറത്ത് യാത്ര ചെയ്തുകൂടാ, ഹുർരിമത്ത് ളുഹൂറുഹാ. വഅൻആമുൻ ലാ യദ്കുറൂന ഇസ്മല്ലാഹി അലൈഹാ, വേറെ ചില നാൽക്കാലികൾ അതിനെ അറുക്കുമ്പോ അതിന് അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കാനേ പാടില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ആരെ പേരാ പറയേണ്ടത്? അവരുദ്ദേശിക്കുന്ന രൂപത്തിലാണത് പറയേണ്ടത്. ആ ഭക്ഷണം അത് ആ മൃഗത്തെ അവർ അറുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ മൃഗത്തിന്റെ പുറത്ത് കയറി സഞ്ചരിക്കുകയാണെങ്കിൽ, ആ മൃഗത്തെ മറ്റു വല്ലതിനും ഉപയോഗിക്കുകയാണെങ്കിൽ, അതിന്റെ മാംസം കഴിക്കുകയാണെങ്കിലൊക്കെ ബിസ്മി ചൊല്ലാതെ കഴിക്കണം എന്നാണ് അവരുടെ ഒരു നിയമം. എന്താണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനം? ബിസഅമിഹിം എന്ന് പറഞ്ഞതുപോലെ ഖുർആൻ വീണ്ടും പറഞ്ഞു, ഇഫ്തിറാഅൻ അലൈഹി, അവർ കെട്ടിച്ചമച്ച് പറയാണ്. ഇഫ്തിറാഉൻ കദിബൻ എന്നാണ്. കദിബൻ ഇഫ്തിറാഉൻ എന്ന് പറഞ്ഞാൽ കദിബ്, കളവ് മെനഞ്ഞുണ്ടാക്കിയിട്ട് സ്വയം സങ്കല്പിച്ചിട്ടുണ്ടാക്കിയിട്ട് പറയാ, അതാണ് ഇഫ്തിറാഉൻ. ഇഫ്തിറാഉൻ ഇഫ്തറാ, വലിയ കുറ്റാണല്ലോ അത് അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ പടച്ചവൻ അവർക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളെ അവർ സ്വയം ഹറാമാക്കുകയാണ്. എന്തൊരു വിഡ്ഢിത്താണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ
സഫാഹത്ത് മനസ്സിലാക്കണമെങ്കിൽ, എന്തുമാത്രം വലിയ സഫാഹത്ത് വങ്കത്തരങ്ങളിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് എന്നറിയണമെങ്കിൽ ഈ 130 മുകളിലോട്ടുള്ള ആയത്തുകൾ ഓതി നോക്കിയാൽ അറിയാം. ഇതൊക്കെ ഇപ്പൊ കേട്ടാൽ തന്നെ ഏതൊരാൾക്കും തോന്നില്ലേ, മനസ്സിലാവൂലേ ഇവരെത്രമാത്രം വിഡ്ഢികളായിരുന്നു എന്ന് ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ. ഇത് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ അക്കാലഘട്ടത്തിൽ മാത്രം അവസാനിക്കുന്നില്ല. ഇന്നും ഇങ്ങനെ ചില മൃഗങ്ങളും ചില നാൽക്കാലികളും ഒക്കെ അനുവദനീയമാണ്, അനുവദനീയമല്ല, അവയെ കണ്ടാൽ എങ്ങനെയാണ്, അവയെ ഉപയോഗപ്പെടുത്തേണ്ട എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുമൊക്കെ അതിനെ കാണുന്ന ആളുകളുണ്ട്. നമ്മുടെ സമൂഹത്തെ മാത്രം ചിന്തിക്കുമ്പോൾ ആയിരിക്കും നമുക്ക് അധികമൊന്നും കിട്ടാത്തത്. പുറത്തേക്ക് മറ്റു സമുദായങ്ങളിലേക്കും കൂടെ നമ്മളത് ചിന്തിച്ചു നോക്കിയാൽ എന്തൊക്കെ തരത്തിലുള്ള അനാചാരങ്ങളാണ് ഈ മൃഗങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ 3 തരത്തിലുള്ള അവരുടെ വലിയ ഭോഷത്തരത്തെ സംബന്ധിച്ച്, അവരുടെ ചില ധാരണകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയേണ്ടതില്ല എന്ന് തോന്നുന്നു, അല്ലെ? സയജ്സിഹിം ബിമാ കാനൂ യഫ്തറൂൻ. ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇഫ്തറ യഫ്തറൂന, അവർ ഈ കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലം, അതിനുള്ള ശിക്ഷ അവർക്ക് നാം നൽകുകയും ചെയ്യും. പിന്നീട് യജ്സി ജസാ നൽകും, പ്രതിഫലം നൽകും. അവർക്ക് ബിമാ കാനൂ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണത്താൽ. മനസ്സിലായിണ്ടാവും. അപ്പൊ ഇത് അവർ സ്വയം 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു. അവർ ചെയ്യുന്നത്, പറയുന്നത്, അവർ പ്രചരിപ്പിക്കുന്നത്, നാൽക്കാലികളെ സംബന്ധിച്ച്, കൃഷികളെ സംബന്ധിച്ചൊക്കെയുള്ള അവരുടെ ധാരണകൾ. ഈ അബദ്ധങ്ങൾ അവർക്ക് ഒരുപാട് നഷ്ടമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്ക് കടുത്ത ശിക്ഷയും ഇത് മുഖേന അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. പൊതു ഉപയോഗം അവർ തടഞ്ഞു. തങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് മാത്രമല്ലാതെ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ഈ ഒരു അവസ്ഥ ഇപ്പൊ നമ്മള് പത്രങ്ങളിലൂടെ പോയി കഴിഞ്ഞാല് വിവിധ രാജ്യങ്ങളിലുള്ള മൃഗബലിയെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളുടെ പേരിലാണ് അവിടെ ഈ മൃഗബലി നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. കൊളംബോയിൽ, ശ്രീലങ്കയിൽ, അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി പല തവണയായി നിരോധിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിന് ഉള്ള ആ ഒരു പ്രാകൃതമായ രൂപത്തിൽ അതിനെ കൊല്ലുന്ന, ബലി നടത്തുന്ന രൂപമൊക്കെ ആ പത്രങ്ങളിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇവിടെ അവരതേപോലെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള വേറൊരു സംഗതി എന്താന്ന് ചോദിച്ചാല്, ചില മൃഗങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കരുത് എന്നാണ് അവർ തീരുമാനിച്ചത്. പകരം അത് മറ്റുള്ളവരുടെ പേരിലാണ് അവർ അത് അറുക്കുന്നതോ അതിനുപയോഗിക്കുന്നതോ ഒക്കെ. എന്ന് മാത്രമല്ല, ഈ മൃഗങ്ങളെ കൊണ്ട് അവരുടെ പുറത്തു കയറി അവർ ഹജ്ജിന് പോവില്ലായിരുന്നു. കാരണം ഹജ്ജിന് പോകുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കണല്ലോ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയണല്ലോ, പടച്ചോൻ ഓർക്കണല്ലോ. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ വളരെ ശ്രദ്ധ പാലിച്ചിരുന്നു എന്നാണ്. അത്തരത്തിലുള്ള മൃഗങ്ങളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താത്ത ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഓരോന്ന് നോക്കുമ്പോ, ഇനി നമ്മളെ നാട്ടിലേക്ക് നമ്മൾ വന്നാല് ത്രിപുരയിലെ ക്ഷേത്രങ്ങളിലുള്ള മൃഗബലിയെ സംബന്ധിച്ച് പത്രങ്ങളിൽ കാണാം. അതേപോലെ കർണാടകയിൽ ദൈവപ്രീതിക്കായി ബലിയർപ്പിച്ചത് 200-ലധികം മൃഗങ്ങളെയാണ് എന്ന് കഴിഞ്ഞ ഒരു ദിവസത്തെ പത്രത്തിൽ കാണാൻ സാധിക്കുകയുണ്ടായി. ഇതൊക്കെ പ്രത്യേകമായി അവർ മാറ്റിവെക്കുന്ന ചില മൃഗങ്ങളാണ്, എല്ലാ മൃഗങ്ങളെ അല്ല. കുറെ നാൽക്കാലികളിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ, ഒരു പ്രത്യേക ആ തരത്തിലുള്ളതിനെയാണ് ഇതിനു വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുള്ള ഒരു വിഭാഗമായിരുന്നു എന്ന് കഴിഞ്ഞില്ല. 139-ാമത്തെ ആയത്തിലേക്ക് വരികയാണ്. وقالوا ما في بطون هذه الأنعام خالصة لذكورنا ومحرم على أزواجنا وإن يكن ميتة فهم فيه شركاء
സയജ്സിഹിം വസ്ഫഹും ഇന്നഹു ഹകീമുൻ അലീം. അങ്ങനത്തെ ആയത്തിന്റെ അവസാനം കണ്ടില്ലേ? സയജ്സിഹിം വസ്ഫഹും ഇന്നഹു ഹകീമുൻ അലീം. സയജ്സിഹിം വസ്ഫഹും എന്ന് പറഞ്ഞാൽ വസ്ഫ് അറിയ, വസ്ഫ് ജൽപ്പനം. നേരത്തെ നമ്മൾ പറഞ്ഞ സഅമുൻ എന്ന വാക്കിന്റെ പോലെ തന്നെയുള്ള ഒരു അർത്ഥമുള്ളതാണ്. അവരുടെ വിശേഷണങ്ങൾ, അവർ പറയുന്ന ഈ ഒരു പൊടിപ്പും തൊങ്ങലും വെച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് വസ്ഫഹും എന്നതിന്റെ അർത്ഥം. അത്തരത്തിലുള്ള അവരുടെ ജൽപ്പനത്തിന് തക്ക പ്രതിഫലം നമ്മൾ നൽകാനിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. എന്താ ഈ ആയത്ത് പറഞ്ഞ പുതിയ സംഗതി? നാലാമത്തത്, വഖാലു, അവർ പറഞ്ഞു, മാഫി ബുത്തൂനി ആദിഹിൽ അൻആമി, ഈ നാൽക്കാലികളുടെ വയറ്റിലുള്ളത്, ഗർഭാശയത്തിലുള്ളത്, ഖാലിസത്തുൻ, മാത്രമുള്ളതാണ്. ഖാലിസത്തുൻ എന്ന് മാത്രം, ഖാലിസുൻ. അതെ, കന്നുകാലികളുടെ വിവാഹം ചെയ്ത് ദോഷം മാറ്റുന്ന ആളുകളുണ്ട്. കന്നുകാലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കൊടുക്കുന്ന ആളുകളുണ്ട് എന്നാണ്. ഖാലിസത്തുൽ ദുക്കൂരിന. അപ്പൊ അവര് പറയുന്ന വേറെ നാലാമത്തെ ഒരു സംഗതി, ഇതിന്റെ ഈ മൃഗങ്ങളുടെ വയറ്റിലുള്ളത് ഞങ്ങളിലുള്ള ആണുങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മുഹറമുൻ, അത് ഹറാമാണ്, അല അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഞങ്ങളുടെ ഇണകൾക്ക് ഉപയോഗിച്ചുകൂടാ എന്നും അവരുടെ പുതിയൊരു വങ്കത്തരം, പുതിയൊരു കുറെ മൃഗങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ പറയുന്നു, ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗർഭാശയത്തിലുള്ളത് അഥവാ ജനിക്കുന്നത് അത് ഞങ്ങളുടെ ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. ജനിക്കുകയാണെങ്കിൽ, ഇനി ജനിക്കുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ മരിച്ചു പോവുകയാണെങ്കിലോ, ചത്തുപോവുകയാണെങ്കിലോ, വയ്യക്കും മൈത്തത്തൻ, അത് ജനിക്കുന്നത് ചത്തതായിട്ടാണെങ്കിൽ, വഹും ഫീഹി ശുറക്കാ, കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടു കൂട്ടരും കൂടെ അത് കഴിച്ചോളാം. വഹും ഫീഹി ശുറക്കാ, അതിൽ എല്ലാവരും ശുറക്കാവ് പങ്കുപറ്റുന്നവരായിരിക്കുമെന്ന്. ജീവനോടെയാണ് ജനിക്കുന്നതെങ്കിൽ അത് ഞങ്ങളിലെ ആണുങ്ങൾക്ക് മാത്രം. അതല്ല, ചത്തിട്ടാണ് അതിന്റെ കുട്ടി പുറത്തേക്ക് വരുന്നതെങ്കിൽ, ചത്തവസ്ഥയാണുള്ളതെങ്കിൽ അത്, അല്ലെങ്കിൽ പ്രസവിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, എന്തായിരുന്നാലും ചത്തുപോയാൽ അതിൽ ഞങ്ങള് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അതിൽ പങ്കാളികളാണ്, ശുറക്കാ, പങ്കുപറ്റുന്നവരാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, വളരെ മോശം ഒരു സ്വഭാവമല്ലേ ഇത്? സ്ത്രീകൾ അപമാനിക്കുന്ന ഒരു സ്വഭാവമല്ലേ ഇത് കാണുന്നത്? അവ ജീവനുണ്ടെങ്കിൽ അവർ സ്വന്തം എടുക്കുക, ഇനിയല്ല ചത്തിട്ടാണെങ്കിൽ ഞങ്ങൾ രണ്ടു കൂട്ടരും കൂടെ ഉപയോഗിച്ചോളാം എന്ന് പറയുന്ന എത്ര മോശം പരിപാടിയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇതാണ് നാലാമത്തെ അവരുടെ ഒരു സ്വഭാവമായി, നാൽക്കാലികളെ സംബന്ധിച്ചുള്ള നാലാമത്തെ ഒരു സ്വഭാവമായി എടുത്തു പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിലെ വലിയൊരു സമ്പാദ്യ മാർഗമാണ് പലർക്കും നാൽക്കാലികൾ എന്ന് പറയുന്നത്. ആഡംബരമാണ് പലർക്കും, അവരുടെ ജീവിതത്തിന്റെ ഏറെ സന്തോഷമാണ്. പലരും നേരം പോക്കായിട്ട് വരെ ഇങ്ങനെ നാൽക്കാലികൾ വളർത്തുന്നവരായിട്ടുണ്ട്. പക്ഷെ അവയോടൊക്കെയുള്ള സമീപനം, അവയെ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ, അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി ഇന്നക്കാലഘട്ടങ്ങളിലുള്ള ആളുകളും കോഴിയുടെ കാര്യത്തിൽ, അതേപോലെ വീട്ടിൽ വളർത്തുന്ന മറ്റ് ചില മൃഗങ്ങളുടെ വിഷയത്തിലൊക്കെ ഇങ്ങനെ കേവലം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അവർ സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉച്ചയുടെ വിഷയത്തിലുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. അത് കുറുകെ ചാടിയാൽ, നടന്നാൽ ഒക്കെ ഉണ്ടാകുന്ന അത് അപകടമാണ് എന്നൊക്കെ പറയുന്നത് പോലെ, കാക്കയെ സംബന്ധിച്ച് അത് മരക്കൊമ്പത്തിരുന്ന് രണ്ടോ മൂന്നോ തവണ ഒന്ന് കരഞ്ഞാൽ അതുകൊണ്ട് എന്തോ നാശം കടന്നു വരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ പല ജീവികളെ സംബന്ധിച്ചും. അവയെ കാണുമ്പോ, അവയുടെ ശബ്ദം കേൾക്കുമ്പോ ഒക്കെ അതിനെതിരെ പ്രതികരിക്കുന്ന അന്ധവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളാണ് ഈ പറയുന്നത്. ഇന്ന് നമ്മളെ വലിയ ഉത്ബുദ്ധരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന മനുഷ്യർ പോലും നമ്മൾ കേൾക്കുന്നില്ലേ? നമ്മുടെ പല സൃഷ്ടികളുടെയും വിഷയത്തിൽ ഇതേപോലെ വലിയ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഇതിന് ഖുർആൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സയജ്സിഹിം വസ്ഫഹും, അവരുടെ ഈ ഒരു
പൊടിപ്പും തങ്ങലും വെച്ചിട്ടുള്ള ആ വർത്തമാനങ്ങളും അവരുടെ ഈ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ വസ്ഫിന്, ആ ജൽപ്പനങ്ങൾക്ക് തക്ക പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ഇന്നഹു ഹക്കീമുൻ അലീം. അവൻ തീർച്ചയായും യുക്തിമാനും സർവജ്ഞനുമാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ നാൽക്കാലികളും കൃഷിയൊക്കെ തന്നത് നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ്. മറിച്ച് നിങ്ങൾ ഈ പറയുന്നത് പോലെ ആ മൃഗങ്ങളുടെ പേരിൽ വേണ്ടാത്തരങ്ങൾ ആരോപിക്കരുത്. നിങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്വയം നിഷേധിച്ച് തള്ളരുത്. അടുത്ത ആയത്തിലേക്ക് പോവുക. അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ മിണ്ടാപ്രാണികളെ സംബന്ധിച്ച് വിവിധ നാടുകളിൽ, വിവിധ പ്രദേശങ്ങളിലുള്ള അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ജൽപ്പനങ്ങൾ നമ്മളൊന്ന് നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള ചില കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഇനി സൂറത്തുൽ മാഇദയിലുള്ള ഒരു ആയത്തുണ്ട്. ആയത്തിന്റെ എണ്ണ എത്രാമത്തെ എന്നുള്ളത് ഓർമ്മയിലില്ല. ഏതായിരുന്നാലും സൂറത്തുൽ മാഇദയിൽ ഇവർ വേറെ ചില ഇതേപോലെ ഹറാമാക്കിയ വേറെ ചില വിഷയങ്ങൾ പറയുന്നുണ്ട്. 4 മൃഗങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന് ബഹീറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകം 5 പ്രസവം കഴിഞ്ഞാൽ അതിനെ ദൈവങ്ങൾക്കായി ഒഴിഞ്ഞു കിട്ടുകയും അതിന്റെ അടയാളമായി അതിന്റെ കാതു കീറുകയും ചെയ്യും. പിന്നീട് ആരും അതിന്റെ പാൽ കറക്കൂല. പാൽ ദൈവങ്ങൾക്കാണെന്നാണ് സങ്കല്പം. പാല് ദൈവങ്ങൾക്കാണെന്ന്, അതിനാണ് ബഹീറത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് സായിബത്ത്. ഇതൊന്നും കാണാതെ പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ ഇതെന്താണെന്ന് കേട്ടുവെക്കാന്ന് മാത്രം. സായിബത്ത് എന്താ? രോഗശമനം മുതലായ വല്ല കാര്യങ്ങളെയും മുൻനിർത്തി ദൈവങ്ങൾക്ക് നേർച്ചയിടുകയും എന്നിട്ട് അനന്തരം അത് കഴിഞ്ഞാൽ പിന്നെ അത് യഥേഷ്ടം മേഞ്ഞു നടക്കാൻ വിടുകയും ചെയ്യുന്ന ഒട്ടകം. അത് രോഗശമനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേക നേർച്ചയാക്കിയിട്ട് നെയ്യത്ത് വെച്ചിട്ട് അതിനെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കും. എന്നിട്ട് അതിനെ വെറുതെ മേഞ്ഞു നടക്കാൻ വേണ്ടി വിടുകയും ചെയ്യും. സായിബത്ത് അത് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ അടുത്ത കാലം വരെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഒമാനുൽ ശുഹദാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലരുടെയും പേരിൽ നമ്മുടെ നാടുകളിലൊക്കെ അവിടെയെങ്കിലൊക്കെ കാണാൻ സാധിക്കാറുണ്ടായിരുന്നു സായിബത്ത്. പിന്നീട് അതിന് വാഹനായോ മറ്റോ ഉപയോഗിക്കാനും പാടില്ല. മൂന്നാമത്തത് വസീലത്ത്. ഒരാടിന്റെ ആദ്യത്തെ പ്രസവത്തിൽ ജനിച്ചത് ആൺകുട്ടിയായാൽ അത് ദൈവങ്ങൾക്കും പെൺകുട്ടിയായാൽ അവർക്കുമായിരിക്കും. ആണിനെയും പെണ്ണിനെയും പ്രസവിച്ചാൽ അത് വസീലത്ത് എന്ന് പറയാം. വസീലത്ത് എന്ന് പറഞ്ഞാല് ഒരാട് ആണിനെയും പെണ്ണിനെയും 2 എണ്ണം പ്രസവിച്ചാൽ അതിന് വസീലത്ത് എന്ന് പറയാൻ. അങ്ങനെ അല്ലെങ്കിൽ എന്താണ് വസീലത്ത്? അല്ലെങ്കിൽ അവര് അത് ആൺകുട്ടിയാണെങ്കിൽ ദൈവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും, പെൺകുട്ടിയാണെങ്കിൽ അവരെടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്ന് ഹാം. ഒരു നിശ്ചിത എണ്ണം സന്താനങ്ങളുടെ പിതാവായി തീർന്ന ഒരു ഒട്ടകക്കൂറ്റൻ പിന്നീട് അത് ദൈവങ്ങൾക്കായി ഒഴിച്ചുവിടുന്നു. ആ മാർഗത്തിലാണ് പോവുക. ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ എന്താ അവിടെ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ അവസാനം എത്തിച്ചേരുന്നത് എവിടേക്കാണ് നിങ്ങൾക്ക് അറിയാലോ. ഈ 4 സംഗതിയും എങ്ങോട്ടാ പോകുന്നത്? അവർ ഉപയോഗിക്കുന്നില്ല, ദൈവങ്ങൾക്കാണെന്ന് പറഞ്ഞ് അവർ മാറ്റിവെക്കുന്നു. പക്ഷെ ആരാണ് ഈ മൃഗങ്ങൾ ഉപയോഗിക്കുന്നത്? ആ കല്ലുകളും വിഗ്രഹങ്ങളുമാണോ ഉപയോഗിക്കുന്നത്? അല്ല. അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ആ ഒരു അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളിൽ ഉള്ള ആളുകളുടെ കീശയിലേക്കാണ്, അവരുടെ ഭക്ഷണമായിട്ടാണ്, അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് അവ പോകുന്നത് എന്ന് ഖുർആൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 140-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കാം. സിമ്പിളാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ആശയം മനസ്സിലായി കാണും. ഇതിലുള്ള അവർ സ്വയം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരോധിച്ച, ഹറാമാണെന്ന് അവർ പ്രഖ്യാപിച്ച 4 തരത്തിലുള്ള മൃഗങ്ങളെ സംബന്ധിച്ച് 138, 139 ആയത്തിൽ പറഞ്ഞു. വേറെ 4 എണ്ണം എവിടെ പറഞ്ഞു? സൂറത്തുൽ മാഇദയിൽ അള്ളാഹു എടുത്ത് പറഞ്ഞു. 118 ആയത്ത് നമ്പർ ഓർമ്മല്ല, പഠനാരകൾ നോക്കിയിട്ട് പറഞ്ഞ തർക്കമില്ല. ഏതായിരുന്നാലും അങ്ങനെ 4 എണ്ണത്തെ സംബന്ധിച്ചും അവിടെ പറഞ്ഞു. ഇനി ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോ അള്ളാഹു പറഞ്ഞത് എന്താ അറിയോ? അത് ഹസിറല്ലദീന ഖതലു ഔലാദഹും സഫഹം ബിഗൈരി ഇൽം
وحرموا ما رزقهم الله افتراء على الله قد ضلوا وما كانوا مهتدين قد خسر വല്ലാത്ത ഖുസ്റാനാണല്ലോ, നഷ്ടപ്പെട്ടു പോയില്ലേ, വലിയ നഷ്ടാണല്ലോ. അല്ലദീന ഖത്തലു ഔലാദഹും, തങ്ങളുടെ മക്കളെ സന്താനങ്ങളെ കൊല്ലുകയും, സഫഹൻ ഒരു വിവരമില്ലാതെ, സഫാഹത്ത് വിവരക്കേട്, ബിഗൈരി ഇൽമിൻ ഇൽമില്ലാതെ അറിവില്ലാതെ ഒരു വിവരവുമില്ലാതെ, സഫാഹത്ത് കാരണമായി, ഭോഷത്വം കാരണമായി, വിവരക്കേട് കാരണമായി, പിന്നെ വീണ്ടും ബിഗൈരി ഇൽമിൻ അവരുടെ വിഡ്ഢിത്തവും അവരുടെ ഭോഷത്വവും കാരണമായി കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. അല്ലാതെ ആരോ കൊല്ലുവോ സ്വന്തം മക്കളെ? സ്വന്തം മക്കളെ ഈ വിവരമില്ലാത്ത ആളുകളല്ലാതെ, ഈ വിഡ്ഢികളല്ലാതെ, ഭോഷന്മാരല്ലാതെ ആരെ കൊല്ലുക? എന്തിനാ കൊല്ലുന്നത്? എന്താ അതുകൊണ്ട് നേട്ടം? എല്ലാ നിലക്കും നഷ്ടപ്പെട്ടില്ലേ? വഹറമു മാ റസഖഹുമുല്ലാഹ്, അതേപോലെ അള്ളാഹു തങ്ങൾക്ക് നൽകിയത് ഹറാമാക്കുകയും ചെയ്യുന്നവർ, ഇഫ്തിറാഅൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ ഇഫ്തിറാ നടത്തിക്കൊണ്ട്, കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ട്, അത് ലല്ലു അവർ പിഴച്ചു പോയിരിക്കുന്നു, വമാ കാനൂ മുഹ്തദീൻ അവർക്ക് നേർമാർഗം പ്രാപിക്കാനും കഴിഞ്ഞില്ല. അപ്പൊ എന്തൊക്കെ അബദ്ധങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണ് ഇതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്നത് നോക്കൂ. ആ മൃഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞു. അതിനേക്കാൾ ഉപരി അവർ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികളെ കൊല്ലുന്നതിനെ സംബന്ധിച്ച്. ഇവിടെ മൊത്തത്തിലുള്ള കൊലയെ സംബന്ധിച്ചാണ്, കുട്ടികളെ കൊല്ലുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടല്ലോ, വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്, പട്ടിണി ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുതിട്ടോ. നഹ്നു നർസുഖുഹും വയ്യാക്കും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. അവരെ, ആ കുഞ്ഞുങ്ങളെ കൊല്ലാന്നുള്ളത് വലിയ പാതകമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നവർ, എന്ത് പ്രവൃത്തി ചെയ്യുന്നവർ? ഈ നാൽക്കാലികളെ, ഒരു കുഴപ്പമില്ലാത്ത നാൽക്കാലികളെ ഹറാമാക്കി പ്രഖ്യാപിക്കുക. പലതിനെയും ഉപയോഗിച്ചുകൂടാ, ഭക്ഷണം ഉപയോഗിച്ചുകൂടാ, പാല് കുടിച്ചുകൂടാ, സവാരി ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ജനിച്ചുടനെ കൊന്നു കളയണം എന്നൊക്കെയുള്ള ആ ഭോഷത്വം നിറഞ്ഞ തീരുമാനങ്ങൾ. അതേപോലെ മക്കൾ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പ്രത്യേക കാരണങ്ങൾ പറഞ്ഞ് അവരെ കൊന്നുകളയുക. തങ്ങളുടെ കൂടെ നടക്കാനായ ആ പ്രായത്തുമ്പോ പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടുക. ഇങ്ങനെയുള്ള ഈ മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചത് എന്തൊക്കെയാ? ഒന്ന് അൽ ഖുസ്റാനാണ്, വലിയ നഷ്ടമാണ്. കാരണം മക്കൾ എന്നത് മഹത്തായ അനുഗ്രഹമല്ലേ. അതേപോലെ ഈ കൃഷിയും അനാമൊക്കെ ഐഹിക ജീവിതത്തിൽ ഏറ്റവും വലിയ ആഹ്ലാദം ആയിരുന്ന ഈ മക്കളെ എന്നാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപവാദമായി അവർ കാണുകയാണ്. അവരാഹാരം തിന്നുമെന്ന്, ആ കുട്ടികൾ ഞങ്ങളൊപ്പരം ഭക്ഷണം കഴിക്കുമെന്ന് കരുതിയിട്ട് അതിനെ കൊന്നുകളയാന്ന് പറഞ്ഞാല് എത്ര മോശപ്പെട്ട സംഗതിയാ. ഒന്ന് ഖുസ്റാൻ എന്ന് പറഞ്ഞത്, മറ്റു സഫാഹത്താണ്, സഫഹൻ എന്ന് പറഞ്ഞത്. അവരുടെ വിഡ്ഢിത്തമാണ്, വങ്കത്തരമാണ്, വളരെ അപലപനീയമായ അല്പത്വമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കുട്ടിയെ കൊല്ലുന്നത് കേവലം ദാരിദ്ര്യത്തിന്റെ പേരിൽ മാത്രമാണ് പലപ്പോഴും അവർ കൊല്ലാറുണ്ടായിരുന്നത്. വലിയ മോശമല്ലേ? അറിവില്ലാത്ത, അതാണ് ജാഹിലീങ്ങൾ എന്ന് പറയുന്നത്, ജാഹിലിയത്ത് എന്ന് പറയുന്നത്. അത് വലിയ തെറ്റല്ലേ? വലിയ തരത്തിൽ അവരിൽ നമ്മൾ കാണാൻ സാധിക്കുന്നു. പിന്നെ അതേപോലെ അവർ അള്ളാഹു അനുവദിച്ചത് ഹറാമാക്കുന്ന ആളുകളാണ്. അതേപോലെ അള്ളാഹുവിന്റെ പേരിൽ അതിനൊക്കെ ഓരോ ന്യായീകരണം അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറയുന്ന ആളുകളാണ്. അന്നഹും മാക്കാനു മുഹ്തദീൻ, സത്യത്തിൽ നിന്ന് അവർക്ക് ഏറെ ദൂരം വ്യതിചലിച്ച് പോകേണ്ടതായിട്ടും വന്നു. അങ്ങനെ ഈ വിഭാഗം ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ നിറഞ്ഞ പ്രവർത്തികളാണ് അവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ
ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ഈ സംഗതികൾ കേവലം നാൽക്കാലികളുടെ മിണ്ടാപ്രാണികളുടെ വിഷയത്തിൽ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അല്ലാണ്ട് ആ മൃഗങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുകയാണ് അത് പറ്റും, അത് പറ്റൂല, അതിനെ അറുക്കണ്ട, ഒന്ന് കളയണം, വെട്ടിക്കൊല്ലണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പലതരത്തിലും അവയെ ഉപദ്രവിക്കുമ്പോ, അവരുടെ ജീവിതം തടസ്സപ്പെടുത്തുമ്പോ, അല്ലെങ്കിൽ അവർക്ക് ആ ജീവികളോട് ആ നിഷ്കരണം നിങ്ങൾ പല സംഗതികളും ചെയ്യുമ്പോ അതുകൊണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവയുടെ പേരിൽ അള്ളാഹു നിശ്ചയിച്ചു തന്നതല്ലാത്ത രൂപത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ മൃഗങ്ങളുടെയും കൃഷികളുടെയും ഒക്കെ വിഷയത്തിൽ നിങ്ങൾ ഉണ്ടാക്കിക്കൂടാ എന്ന കടുത്ത നിർദ്ദേശമാണ് ഇവിടെ നൽകുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള അവരെ സംബന്ധിച്ചുള്ള ഒരു 6-7 കാര്യങ്ങൾ വേറെയും വിശദീകരിച്ചു. അവർക്ക് ഐഹിക പാരത്രിക നഷ്ടമാണ്, ഇഹത്തിലും പരത്തിലും നഷ്ടമാണ്, അവരുടെ ഭോഷത്തരമാണ് ഇവിടെ, അവരുടെ അല്പത്തരമാണ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവസാനമായി ഈ ആയത്തിൽ കണ്ടത്. ഇനി അടുത്ത ആയത്തിലേക്ക് പോകുമ്പോൾ വേറെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സൂറത്ത് അവസാനിപ്പിക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്നും വിചാരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.